ഹായ് കൂട്ടുകാരെ, അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പപ്പായ, പച്ചപ്പപ്പായ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സമയം എത്രയെന്നറിയോ? രാത്രി 12:15. ഇപ്പോൾ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോൾ രാവിലെ പപ്പായ ഒടിച്ച് തോലൊക്കെ ചെത്തി കഴുകി വെയിലത്തിട്ടൊന്ന് ഉണക്കി. എന്താ പറയുക, വെയിലത്തിട്ട് ഉണക്കാൻ കാരണം കഴുകി കഴിയുമ്പം ഇതിനകത്ത് ആ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. വെള്ളം എന്തായാലും കുറച്ച് വെള്ളം ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പം എന്തായാലും നമ്മളൊന്ന് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായ അച്ചാർ പൂത്തു പോകില്ലേ, അത് കാരണം ഞാനൊന്ന് വെയിലത്തിട്ട് ഉണക്കി. കുറച്ചൊന്ന് ഉണക്കി, അയച്ച് ഒത്തിരി ആയിട്ട് ഉണക്കുകയല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെയിലത്തുനിന്ന് വൈകുന്നേരം പോകുമ്പോൾ എടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ പറമ്പിൽ ബസാർ പോയി റിഹേഴ്സൽ കഴിഞ്ഞു. ഇപ്പം അങ്ങ് എത്തിയതേ ഉള്ളൂ. കുറച്ച് നേരമായി എത്തിക്കഴിഞ്ഞപ്പം വിചാരിച്ചു എന്തൊന്ന് അരിയട്ടെ. ഇനിയിപ്പോൾ അരിഞ്ഞ് കർമൂസേൻ്റെ അച്ചാർ, ഞങ്ങൾ കർമൂസാന്നറിയട്ടോ, പച്ചപ്പപ്പായ അച്ചാർ. അങ്ങനെ ഞാൻ ഇപ്പോൾ നാൾ ഒരു ഹോട്ടലിൽ കയറിയപ്പം അവിടെ പച്ചപ്പപ്പായേൻ്റെ അച്ചാർ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അന്നപ്പോൾ തൊട്ട് മനസ്സിൽ ചിന്തിക്കുന്ന, എനിക്കും ഒരു പച്ചപ്പപ്പായ കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിങ്ങനെ എരിയാണ്. പിന്നെ അതുമല്ല കേട്ടോ, നാളെ എൻ്റെ മരുമോള് കുവൈത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം 10 ദിവസത്തെ ലീവിനാണ് വന്നത്. അപ്പോൾ അവൾക്ക്, എനിക്ക് കഴിക്കാനല്ല കേട്ടോ, ഞാൻ ചോറൊന്നും അങ്ങനെ കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ചോറ് കഴിക്കാറ്. അപ്പോൾ അത് അവൾക്ക് അങ്ങോട്ട് കുവൈത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വെറൈറ്റി, ഒരു സ്പെഷ്യൽ അച്ചാർ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ മോനും മരുമോളൊന്നും ഇത് ഇങ്ങനത്തെ ഈ പച്ചപ്പപ്പായ അച്ചാർ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയമൊന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പ് പുരട്ടി വയ്ക്കും. ഉപ്പ് പുരട്ടി വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് രാവിലെ അരിയും. ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, അത് കാരണം ഇന്ന് അരിഞ്ഞ് വയ്ക്കുക. നാളെ എല്ലാം കൂടി ശരിയാവില്ല, കഴിയില്ല. അതുകൊണ്ട് ഇപ്പം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പ് പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. നാളെ രാവിലെ ഇയാളെ കൊണ്ട് ഒരു അച്ചാർ അങ്ങോട്ട് ഉണ്ടാക്കും ഞാൻ. എന്നിട്ട് നീ അച്ചാർ ഉണ്ടാക്കുന്ന വിധം നാളെ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ സമയം ഒരുപാട് വൈകി. 12:30 ആവാനായി. എന്നാലും ഞാനിതെല്ലാം അരിഞ്ഞ് തീർത്തിട്ടേ ഇന്ന് കിടക്കുള്ളൂ. അരിഞ്ഞ് തീർത്തിട്ട് ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കിടക്കുള്ളൂ. ഇനിയിപ്പോൾ മേക്ക് കഴുകണം, ഡ്രസ്സ് മാറണം, കിടന്നുറങ്ങണം. അപ്പോൾ നാളെ അച്ചാറിടുന്നത് കാണിച്ചു തരാം കേട്ടോ. അച്ചാറിപ്പോൾ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം എങ്ങനെ അച്ചാർ ഉണ്ടാക്കുന്നത്. സിമ്പിളാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ അച്ചാർ ഉണ്ടാക്കണം.
എന്നാലും വേണ്ടില്ല, നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം അച്ചാർ എങ്ങനെയാണ്. എന്നിട്ട് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അല്ലേ ഈ ഇത് ഞങ്ങൾ കർമൂസ എന്നല്ല പറയാം. ഈ കർമൂസ കറി വയ്ക്കാൻ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഇപ്പോഴാണ് ചിലർ തോരൻ വയ്ക്കാനെടുക്കും. അന്ന് ഈ കർമൂസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം, അത് കാണുമ്പോൾ തന്നെ ദേഷ്യം, ഇഷ്ടമല്ലാത്തൊരു കറിയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കർമൂസ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അച്ചാറുണ്ടാക്കാം, പിന്നെ ഇത് പൊരിക്കുക, നല്ല എന്താ പറയുക, ഇതൊരു സ്ക്വയറിൽ അരിഞ്ഞിട്ട് ഇത് തിളച്ച വെള്ളത്തിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ഈ കോളിഫ്ലവറൊക്കെ പൊരിച്ചെടുക്കൂലേ, അതേപോലെ ഇത് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ തേങ്ങ ചിരവും പോലെ ഇങ്ങനെ ചിരകിയിട്ട് തോരനുണ്ടാക്കും. അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഓക്കെ, നാളെ അച്ചാറിടുന്നൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ പോട്ടെ, ഇന്ന് നിർത്തുകയാണ്. നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.